പല്ല് കമ്പിയിട്ടാൽ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം പല്ല് കമ്പിയിട്ടിട്ടും തിരിച്ച് പല്ല് പൊങ്ങിപ്പോയിരുന്നു. പല്ല് കമ്പിയിട്ടു അതിനുശേഷം ഒറ്റക്കമ്പി ഇടാതിരുന്നിട്ട് പല്ല് പൊങ്ങിപ്പോരുക. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വിഷമിക്കുന്നവരുണ്ട്. പല്ല് കമ്പിയിട്ടവരാണ് മിക്കവാറും എല്ലാവരും തന്നെ. പല്ല് പൊക്കം ഉണ്ടായിരുന്ന പലരും തന്നെ പല്ല് കമ്പിയിട്ടിട്ടുണ്ട്. പല്ല് കമ്പിയിട്ടതിന് ശേഷം പല കാരണങ്ങൾ കൊണ്ട് പല്ല് പൊങ്ങിപ്പോരാറുണ്ട്. ഒന്ന്, കൃത്യമായ റിട്ടൻഷൻ അഥവാ ഒറ്റ കമ്പി ചില ഡോക്ടർമാർ പറയും 6 മാസം ഇട്ടാൽ മതി എന്ന് പറയും. അപ്പോൾ ഇവർ രാത്രിയൊക്കെ ഒരു 6 മാസം ഇട്ടിട്ട് അത് കളയും, പിന്നെ അത് അവർ വെക്കില്ല. അപ്പോൾ പല്ല് പൊങ്ങിപ്പോരാ. ഇത് ഡോക്ടർമാരെ കണ്ട് റിട്ടൻഷൻ സമയത്തും ഡോക്ടർമാരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണ്ട് ഈ പല്ലുകളെ നിലനിർത്തേണ്ട ഒരാവശ്യമുണ്ടെന്ന് ഡോക്ടർമാർ പലപ്പോഴും പറയാറില്ല. അതിന് ബുദ്ധിമുട്ടുണ്ട്. ഡോക്ടർമാർക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് വരും, അതിന് ചില കാശൊന്നും കിട്ടില്ല. അപ്പോൾ കാരണം ഈ പേഷ്യൻ്റ് ഓൾറെഡി അതിനുള്ള കാശ് എത്തിക്കണമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർ പലപ്പോഴും അതിനെ ഉഴപ്പിവിടുന്നുണ്ട് പലപ്പോഴും ഈ പറയുന്ന റിട്ടൻഷന് വേണ്ടി പേഷ്യൻ്റ് വരാറില്ല. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം പ്രവാസികളായിട്ട് പോകും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകും. അത് കഴിഞ്ഞ് ഈ ഡോക്ടറെ കാണാൻ വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മറ്റു ഡോക്ടർമാർ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്നൊക്കെ ഉള്ളതുകൊണ്ട് അവരത് ഉഴപ്പിക്കളയും. പിന്നെ ചിലർ പല്ല് കമ്പിക്കിട്ട് കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിചാരം പല്ലൊന്നും ആവശ്യമില്ല, ഇപ്പോൾ അതൊക്കെ ആയല്ലോ, സൗന്ദര്യമൊക്കെ കഴിഞ്ഞ് സൗന്ദര്യത്തിൻ്റെ ആവശ്യം കഴിഞ്ഞെന്നാണ് വിചാരം. അങ്ങനെ പല്ല് പൊങ്ങിപ്പോകുന്നത്. ഇങ്ങനെയൊക്കെ റിട്ടൻഷൻ്റെ അഭാവം കൊണ്ട് പല്ല് പൊങ്ങിപ്പോരുന്നവരാണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത്തെ കാര്യം, ഈ റിട്ടൻഷൻ ഒത്തിരി കാലം ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബൈറ്റ് കറക്റ്റല്ല എന്നുള്ളതാണ്. ഇപ്പോൾ മേളത്തെ നേരം മാത്രം കമ്പിയിട്ട് താഴത്തെ നേരം കമ്പി ഇടാതിരിക്കുക. ചില പല്ലുകളെ പറിച്ച് കളയാതെന്ന് പറഞ്ഞാൽ വിസ്റ്റൻ ടൂത്ത് വരുന്ന സമയത്ത് പല്ലുകൾ പൊങ്ങി വരാനുള്ള കാരണമുണ്ട്. അപ്പോൾ അത് നോക്കി കൃത്യമായിട്ട് വിസ്റ്റൻ ടൂത്തിന് ട്രീറ്റ് ചെയ്യാതിരിക്കുക. ചില പല്ലുകളൊക്കെ പറിച്ച് കളയുക എന്ന് പറഞ്ഞാൽ കേട് വന്നു പല്ല് കമ്പിയിട്ടാന്നൊന്നും പറഞ്ഞ് ഓർക്കണില്ല. അതിന് പകരം ഒരു കേട് വന്ന് അതങ്ങ് പറിച്ചേരെ, വേദനയാണ്, അത് പറിച്ച് കളഞ്ഞേരെ, അയ്യോ ഭയങ്കര വേദനയാണ്, റൂട്ട് കനാൽ ചെയ്യേണ്ട, പറിച്ച് കളഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞ് ചില പല്ലുകളൊക്കെ പറിച്ച് കളയുന്നത്. അതോടൊപ്പം തന്നെ ചില കേടുകൾ വന്നിട്ട് അത് ട്രീറ്റ് ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെ അല്ലെങ്കിൽ മോണരോഗം വന്നിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്നത്, ഇതൊക്കെ പല്ലുകൾ നേരെ തെറ്റാനും പല്ലുകൾ പൊങ്ങി വരാനും പല്ലുകളെ വീണ്ടും പല്ല് കമ്പിയിടുന്ന അല്ലെങ്കിൽ പല്ലുകളെ ശരിയാക്കി എടുക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോണരോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കൃത്യമായ ഇടവേളകൾ ഡോക്ടറിനെ പോയി കാണുക. 3, ബൈറ്റ് ശരിയല്ല. ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം പല്ല് കമ്പി കിട്ടും, അതിന് ശേഷം ഒരു ദിവസം വെക്കാതിരുന്ന് കഴിഞ്ഞാൽ തിരിച്ച് പൊങ്ങി പോരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എവിടെയോ ബൈറ്റിനൊരു പ്രശ്നം, എന്ന് പറഞ്ഞാൽ കടിക്ക് ഒരു പ്രശ്നമുണ്ട്. കടിക്കുന്നതിനകത്ത് എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പല്ലിന് വിടവ് വരുന്നതും പല്ല് പൊങ്ങിപ്പോരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് താഴത്തെ പല്ലുകളിലാണ് ആ പ്രശ്നമാണെങ്കിൽ മുകളിലത്തെ പല്ലിൻ്റെ പ്രശ്നം, മുകളിലത്തെ പല്ലിനാണ് പ്രശ്നമെങ്കിൽ താഴത്തെ പല്ലിനാണോ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ആ ബൈറ്റ് കറക്റ്റ് ചെയ്തെടുക്കുന്നത് നിങ്ങളുടെ പല്ല് നിലനിൽക്കുന്നതിന്, ആ പൊസിഷനിൽ നിലനിൽക്കുന്നതിന് സഹായിക്കുന്നതാണ്. പല്ലുകൾ നഷ്ടമാവാതിരിക്കുക, പല്ലുകളൊന്നും പറിച്ച് കളയാതിരിക്കുന്നതും നിങ്ങളുടെ പല്ലുകളെ കമ്പിയിട്ട നിലയിൽ തന്നെ നിർത്താൻ വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് പല്ല് കമ്പിയിട്ടു എന്നുള്ളതുകൊണ്ട് എല്ലാം തീർന്നു, അതുകൊണ്ട് ഇനി അതെല്ലാ കാലത്തും അവിടെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. പല്ലുകളെ പല്ലിൻ്റെ എല്ലിനകത്തോടെ നടത്തി ഒരറ്റത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കിയതുപോലെ തന്നെ ഇത് തിരിച്ച് അതേ പൊസിഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് റിറ്റൻഷനും അതോടൊപ്പം തന്നെ റിലാപ്സ് എന്നാണ് തിരിച്ചു വരുന്നതിന് പറയണേ. അപ്പോൾ റിലാപ്സ് വരാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ ഡോക്ടറിൻ്റെയും കടമയാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീരുമാനിച്ച് കൃത്യമായ ഇടവേളയിൽ പോയി ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തെടുത്താൽ വളരെ കാലം പല്ല് കമ്പിയിട്ട പല്ല് അതേ പൊസിഷനിൽ കൃത്യമായി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് നിങ്ങളും നിങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ പല്ലിന്, നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന്, മോണയുടെ ആരോഗ്യത്തിന്, നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്, ഇതിനൊക്കെ വളരെയധികം നല്ലതാണ്. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.